ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ DM ട്രിക്സ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്? നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്താലാണ് ഇപ്പോൾ ഒരുപാട് ബിസിനസ്സിന് പ്രൊമോഷൻ കിട്ടുള്ളൂ എന്നുള്ളതൊക്കെ നമ്മൾ അൺനോയിങ്ലി ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഡിജിറ്റൽ വേൾഡിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോൺസ് ഉണ്ട്, ലാപ്ടോപ്സ് ഉണ്ട്, അതുപോലെ തന്നെ നെറ്റ് ഉണ്ട്, ഇൻ്റർനെറ്റ് കണക്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ ഒരുപാട് മിസ്കൺസെപ്ഷൻസ് ഉള്ള ഒരു ഏരിയയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ ഈസിയസ്റ്റ് വേയിൽ ഞാൻ പറഞ്ഞു തരാം എന്താണ് അത് മെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് ആ ടെക്നോളജി കൊണ്ട് നമ്മൾ യൂസ് ചെയ്ത് എങ്ങനെയാണ് നമ്മുടെ ബിസിനസ്സിനെ പ്രൊമോഷൻ ആക്കുന്നതെന്ന്. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള ടേം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, വേർഡിൽ തന്നെ ഉണ്ട്. ഡിജിറ്റൽ മീൻസിൽ നമ്മൾ മാർക്കറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത് എന്തിനാണ്? ബിസിനസ്സിൻ്റെ പ്രൊമോഷൻ കിട്ടാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഏതെങ്കിലും സർവീസ് ആണോ, ഇപ്പോൾ കോഴ്സ് ആണെങ്കിൽ കോഴ്സ്, അങ്ങനത്തെ സർവീസസ് ആണോ, അല്ലെങ്കിൽ നമ്മുടെ കൊമേഴ്സ് സൈറ്റൊക്കെ ആണെങ്കിൽ നമ്മുടെ കൊമേഴ്സ് സൈറ്റിൽ നിന്ന് നമ്മൾ ചെയ്യുന്ന പ്രൊഡക്ട്സ് നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ടത് നമ്മുടെ പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ സർവീസ് അല്ലെങ്കിൽ പ്രൊഡക്ട്സ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സിനെ കണ്ടുപിടിച്ച് അവരിലേക്ക് കൊടുക്കാനായിട്ട് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുന്നു. അത് നമ്മൾ സാധാരണ പണ്ടൊക്കെ ചെയ്തിരുന്ന ട്രഡീഷണൽ മാർക്കറ്റിംഗ് ആണ്. എന്ന് പറഞ്ഞാൽ അവരെ കണ്ടുപിടിച്ച് അവർക്ക് നമ്മുടെ സർവീസ് അല്ലെങ്കിൽ പ്രൊഡക്ട്സ് എന്താണെന്ന് മനസ്സിലാക്കി കൊടുത്തിട്ടൊക്കെയാണ്. ഒരു ഹെക്ടിക് പ്രോസസ്സായിരുന്നു. പക്ഷേ ഡിജിറ്റൽ മീൻസിൽ ചെയ്യുമ്പോൾ എന്തൊരു പ്രത്യേകത? ഡിജിറ്റൽ മീൻസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻ്റർനെറ്റ് യൂസ് ചെയ്തിട്ട്, അതേപോലെ തന്നെ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാനുള്ള മൊബൈൽ ഫോൺസ്, ലാപ്ടോപ്സ്, ഇതെല്ലാം ഈ ടെക്നോളജീസ് യൂസ് ചെയ്തിട്ട് മാർക്കറ്റ് ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിൾ പറയാച്ച ഗൂഗിളിൽ നമുക്ക് മാർക്കറ്റ് ചെയ്യാം അല്ലേ. നമ്മളിപ്പോൾ എന്തെങ്കിലും സംഗതികൾ വാങ്ങാനോ അല്ലെങ്കിൽ വിൽക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കും, നിയർ ബൈ സ്റ്റോർസ് ഉണ്ടോ, അല്ലെങ്കിൽ നിയർ ബൈ ഷോപ്സ് ഉണ്ടോ എന്നുള്ളതൊക്കെ. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എൻ്റെ നിയർ ബൈ ഉണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഈ ഇൻ്റർനെറ്റ് ഇപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഡിജിറ്റൽ മീൻസാണ് കൂടുതൽ സ്കോപ്പ് ഉള്ളത്. ഇപ്പോഴത്തെ ജനറേഷൻ, അല്ലെങ്കിൽ നമ്മളെല്ലാം യൂസ് ചെയ്യുന്നുണ്ട് ഇൻ്റർനെറ്റ്, അതേപോലെ തന്നെ ഇങ്ങനത്തെ പ്ലാറ്റ്ഫോംസ്. അതുകൊണ്ട് തന്നെ അതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുന്നത് അല്ലെങ്കിൽ കസ്റ്റമറിലേക്ക് നമ്മുടെ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ സർവീസസ് എത്തിക്കുന്നത് ഡിജിറ്റൽ മീൻസാണ്, ഡിജിറ്റൽ മീൻസ് ത്രൂ ആണ്. ഓക്കെ, അതേ ത്രൂ ഒരു കമ്മ്യൂണിക്കേഷൻ അവരായിട്ട് പോസിബിൾ ആക്കിയിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് അവരിലേക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് വിൽക്കുന്നു. ഓക്കെ, ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇപ്പോഴാണ് കൂടുതൽ പോപ്പുലാരിറ്റി വന്നിരിക്കുന്നെങ്കിലും നമ്മുടെ ഏർലി 90s ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. പക്ഷെ ടെക്നോളജി ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ ടെക്നോളജി കുറച്ചും കൂടി ഈസിയർ ആയിട്ട് അല്ലെങ്കിൽ ഫാസ്റ്ററായിട്ട് ഗ്രോ ചെയ്യുന്നതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഭയങ്കര പോപ്പുലറായി നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുന്നത് ഡിജിറ്റൽ മീൻസ് ആണ്, ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിലൂടെയാണ്. അതുകൊണ്ടാണ് നമ്മളിതിനെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടെക്നോളജി എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് യൂസ് ചെയ്യുന്നത് അല്ലേ. നമുക്ക് ട്രഡീഷണൽ മാർക്കറ്റിംഗ് ഉണ്ടായിരുന്നു, അത് നമ്മൾ വിട്ടിട്ട് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പറയുകയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതാണ്, അല്ലെങ്കിൽ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്നാണ് നമ്മൾ ഇനി നോക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കൺവീനിയൻസ് ആണ്. കൺവീനിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെന്താ, ട്രഡീഷണൽ മാർക്കറ്റിങ്ങിലാണെങ്കിൽ നമ്മൾ പണ്ട് ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് ആണെങ്കിൽ നമ്മൾ ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഓരോ ആൾക്കാരിലേക്ക് എത്തിക്കണം, ഓരോ കസ്റ്റമേഴ്സിനെ കണ്ടുപിടിക്കണം, അവരെ ക്യാൻവാസ് ചെയ്യിക്കണം, അവരിലേക്ക് നമ്മുടെ സർവീസ് എന്താണെന്ന് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിക്കണം. പക്ഷേ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ നമ്മൾക്ക് നമ്മുടെ കംഫർട്ട് സോണിലിരുന്ന്, ഇപ്പോൾ നമ്മുടെ എൻ്റെ വീട്ടിലിരുന്നോ അല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ വർക്ക് സ്റ്റേഷനിലിരുന്നോട്ടോ ഒക്കെ നമുക്ക് ഈ ഇൻഫോർമേഷൻസ് ഒരു ഒന്നോ രണ്ടോ പേരിലേക്ക്, അല്ലെങ്കിൽ ഒരുപാട് പേരിലേക്ക് സൈമിൾട്ടേനിയസ് അല്ലെങ്കിൽ അറ്റ് എ ടൈം നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, അല്ലെങ്കിൽ ഏറ്റവും പ്രിയോറിറ്റി വരുന്ന ബെനിഫിറ്റ്. ഓക്കെ, പ്രിയോറിറ്റൈസ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റുന്ന ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ബെനിഫിറ്റ് അതാണ്. ലിമിറ്റഡ് ടൈമിൽ നമ്മുടെ കൺവീനിയൻസ് സ്പേസിൽ അല്ലെങ്കിൽ കൺവീനിയൻറ്റ് ടൈമിൽ ഇരുന്നിട്ട് ഒരുപാട് ഓഡിയൻസിലേക്ക് നമ്മുടെ റിസൾട്ട് അല്ലെങ്കിൽ നമ്മുടെ സർവീസ് എത്തിക്കാനായിട്ട് പറ്റും. പിന്നെ വരുന്നതാണ് സാറ്റിസ്ഫിക്കേഷൻ, ഇൻക്രീസസ് സാറ്റിസ്ഫിക്കേഷൻ. അതെന്തുകൊണ്ടാണ്? ഓട്ടോമാറ്റിക്കലി നമ്മുടെ കൺവീനിയൻസ് വെച്ചിട്ട് നമ്മൾ മാർക്കറ്റ് ചെയ്യുക അല്ലെങ്കിൽ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് ഒബ്വിയസ്ലി സാറ്റിസ്ഫിക്കേഷൻ ആയിരിക്കും. നമുക്കൊരു
എക്സാമ്പിൾ പറയാച്ചാൽ ഒരു 100 പേർക്ക് ഞാൻ ഒരു 5-10 മിനിറ്റ് ഇരുന്ന് ഒരു പോസ്റ്റ് ഇട്ടു, അല്ലെങ്കിൽ ഞാനൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അപ്ലൈ ചെയ്തു, 100 പേരിലേക്ക് ആ ഒരു എൻ്റെ കമ്പനീനെ കുറിച്ച് എത്തിച്ചു. അതിൽ 50 പേര് കൺവേർട്ട് ആയാലും എനിക്ക് 50 പേര് കൺവേർട്ട് ആയി, 50 പേര് കൺവേർട്ട് ആയിട്ടില്ല, ഇതിലും എനിക്കൊരു സാറ്റിസ്ഫിക്കേഷൻ ഉണ്ട്. എന്തുകൊണ്ടാണ്? എൻ്റെ കയ്യിൽ 10 മിനിറ്റ്സ് ആണ് ലോസ് ആയിട്ടുള്ളൂ. ഇനി എനിക്ക് 10 മിനിറ്റ്സ് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ആൾക്കാരിലേക്ക് എത്തിക്കാം, അതേ ത്രൂ എൻ്റെ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ എൻ്റെ ഒരു ബിസിനസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ വരുന്നതാണ് ഡ്രൈവ്സ് ബ്രാൻഡ് ലോയലിറ്റി. ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ നമ്മുടെ കമ്പനീനെ കുറച്ച് ബിൽഡ് ചെയ്ത് വയ്ക്കുകയാണ് ഈ ഇൻ്റർനെറ്റ്, ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോംസിൽ. ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് പറഞ്ഞാൽ ഗൂഗിള്, അത് സെർച്ച് എഞ്ചിൻസ്, അതേപോലെ തന്നെ സോഷ്യൽ മീഡിയാസ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, അങ്ങനെ സോഷ്യൽ മീഡിയാസിൽ നമുക്ക് മാർക്കറ്റ് ചെയ്യാം. അപ്പോൾ ഒരു ബ്രാൻഡ് ലോയലിറ്റി, ഓരോ പ്ലാറ്റ്ഫോമിലും നമ്മുടെ ബ്രാൻഡിനെ കുറിച്ചിട്ടുള്ളൊരു വിസിബിലിറ്റി അല്ലെങ്കിൽ അവയർനെസ് കൊടുക്കുകയാണ്. എനിക്ക് ഇങ്ങനൊരു കമ്പനി ഉണ്ട്, കമ്പനി ഇങ്ങനത്തെ ഡീറ്റെയിൽസൊക്കെയാണ് കൊടുക്കുന്നത്, ഈ സർവീസസൊക്കെയാണ് എന്നുള്ള ഫുൾ ഡീറ്റെയിൽസാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഈ ഓഡിയൻസിന് കൊടുക്കുന്നത്. അപ്പോൾ അറ്റ് എ ടൈം അല്ല, എപ്പോഴൊക്കെ വരുന്ന ഓഡിയൻസിനും അതൊരു വിസിബിളാണ്, അല്ലെങ്കിൽ നമ്മുടെ സർവീസിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആ ഒരു പെർട്ടിക്കുലർ പ്ലാറ്റ്ഫോമിൽ വിസിബിളാണ്. ഓക്കെ, അതേ ത്രൂ അവരുടെ ലോയലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ വരുന്നതാണ് റിഡ്യൂസസ് ദ സെല്ലിംഗ് സൈക്കിൾ. ഇതെങ്ങനെയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ നമ്മുടെ എന്താണോ നമ്മുടെ കറക്റ്റ് ഡീറ്റെയിൽസ് കൊടുക്കുകയാണ്. ഇന്ന സർവീസാണ് ഞാൻ കൊടുക്കുന്നത് അല്ലെങ്കിൽ പ്രൊഡക്റ്റാണ് വിൽക്കുന്നത്. അപ്പോൾ ഒരു മിസ്കൺസെപ്ഷൻ അല്ലെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന് സ്കോപ്പില്ല നമ്മൾ നല്ല രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ. പക്ഷേ ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൽ ഒരു ഡിഫക്റ്റ് എന്താണ്, നമ്മളൊരു പ്രാവശ്യം പോയി അവർക്ക് ആ കസ്റ്റമറിന് കുഴപ്പമില്ലാന്ന് തോന്നി വീണ്ടും നമ്മൾ അപ്രോച്ച് ചെയ്തു, അപ്പോഴായിരിക്കും ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടാവുക എനിക്ക് താല്പര്യമില്ല, അവർക്ക് താല്പര്യമില്ല എന്നുള്ളത്. അപ്പോൾ നമുക്ക് അത്ര നാൾ അവരെ ക്യാൻവാസ് ചെയ്യാൻ നടന്ന ടൈം അല്ലെങ്കിൽ അതിനോട് ട്രാൻസ്പോർട്ടേഷൻ ഫീ ഒക്കെ ലൂസാണ് അല്ലേ. അപ്പോൾ നമുക്ക് സെല്ലിംഗ് സൈക്കിൾ ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെ നമുക്ക് റിഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ വരുന്നതാണ് കോസ്റ്റ് ഓഫ് സെയിൽസ് റിഡ്യൂസ് ചെയ്യാം. കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ, അതേപോലെ തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ഈ സെയിൽസ് നടക്കാൻ വേണ്ടി, അതെല്ലാം നമുക്ക് റിഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമ്മുടെ ബ്രാൻഡ് അവെയർനെസ്, ബ്രാൻഡ് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും, ഒരുപാട് പേരിലേക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ആവശ്യമുള്ള ടാർഗറ്റഡ് റിസൾട്ട് മാത്രം എത്തിക്കാനായിട്ട് പറ്റും. ടാർഗറ്റഡ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓപ്റ്റ് ചെയ്യാം ഏതൊക്കെ ആൾക്കാരിലേക്കാണ് എൻ്റെ ഒരു റിസൾട്ട് അല്ലെങ്കിൽ കണ്ടൻറ്റ് എത്തിക്കേണ്ടതെന്ന്. ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൽ അത് പറ്റില്ല. ഇപ്പോൾ നമ്മളൊരു ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൽ നമുക്ക് എക്സാമ്പിളായിട്ട് പറയാം. നമ്മൾ പണ്ട് ഒരുപാട് ന്യൂസ് പേപ്പർ ആഡ്സ് കണ്ടിട്ടുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ അതിലെന്താ, ന്യൂസ് പേപ്പർ വായിക്കുന്ന എല്ലാവരിലേക്കും ആ ഒരു ഇത് റീച്ച് ഔട്ട് ചെയ്യാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുക വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആവശ്യമുള്ള കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ഒരു 18 to 24 ആണ് എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ, ഒരു കോഴ്സ് പഠിക്കാനാണ് അല്ലെങ്കിൽ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് അവർക്ക് വേണ്ടത് 18 to 24 ആണ്. അപ്പോൾ പക്ഷെ അങ്ങനെ ആ ഒരു ഏജുള്ളവർ മാത്രം ആ ന്യൂസ് പേപ്പർ ഞങ്ങളുടെ ആഡ് നോക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ നടക്കുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൽ അങ്ങനത്തെ ഒരു ഡിഫക്റ്റ് ആണ്, നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ ഓഡിയൻസിനെ. പക്ഷേ നമ്മുടെ ഓൺലൈൻ മീഡിയാസ് അല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലോട്ട് നമ്മൾ വരുമ്പോൾ നമുക്ക് ടാർഗറ്റ് ചെയ്യാം. ഇപ്പോൾ പെയ്ഡ് പ്രൊമോഷൻസ് ചെയ്യുമ്പോൾ, പെയ്ഡ് പ്രൊമോഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഫേസ്ബുക്ക് ആഡ്സ്, അതേപോലെ തന്നെ നമ്മൾ കൂടുതലായിട്ട് കണ്ടിരിക്കുന്നത് ഫേസ്ബുക്ക് ആഡ്സ്, അതേപോലെ തന്നെ ഗൂഗിളിൽ നമ്മൾ ആഡ് പോലെ കാണും. ഓക്കെ, ഗൂഗിൾ ആഡ്സ് എന്ന് പറയും. ഗൂഗിളിൽ സെർച്ച് പേജിലായിരിക്കും നമ്മുടെ സെർച്ച് റിസൾട്ട്, നമ്മൾ എന്തെങ്കിലും സെർച്ച് ചെയ്യുമ്പോൾ അതിന് നമുക്ക് AD എന്ന് പറഞ്ഞിട്ട് വരാറുണ്ട്. ഗൂഗിൾ ആഡ്സ് ഇതെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് പറയാം ഇന്ന ആൾക്കാർ മാത്രം എൻ്റെ ആഡ് കണ്ടാൽ മതി, അല്ലെങ്കിൽ അവർക്ക് മാത്രം വിസിബിളാക്കിയാൽ മതി എന്ന് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ അനദർ ബെനിഫിറ്റാണിത്, നമുക്ക് ടാർഗറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ നമുക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊക്കെ മെഷറബിളാണ്. അതാണ് മെയിനായിട്ട് നമുക്ക് ഒരു റിസൾട്ട് ഓറിയൻറ്റഡ് അല്ലെങ്കിൽ നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്ന ഏരിയ. ഇതൊക്കെ മെഷറബിളാണ്. നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എല്ലാം എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഓഡിയൻസിലേക്ക് അത് എത്തുന്നത് എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, പക്ഷെ ന്യൂസ് പേപ്പർ ആഡ്സ് ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൽ എന്താ, അതിലും ഒരു കുഴപ്പം എന്താ, നമുക്ക് എത്ര പേര് വിളിക്കുന്നു എന്ന് വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ ആ ഒരു റിസൾട്ട് അറിയാം. എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ന്യൂസ് പേപ്പർ ആഡ് ഇട്ടു, ഒരു 10 പേര് എനിക്ക് വിളിച്ചു,
അപ്പോൾ അത് 10 പേരിലേക്ക് ആണ് കൂടുതലായിട്ട് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സ് 10 പേരിലേക്കാണ്. പക്ഷെ നമുക്ക് ഈ ഓൺലൈൻ മീഡിയയിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ വരുമ്പോൾ എന്താ, ആരൊക്കെ അത് കണ്ടിട്ടുണ്ട്, ആരൊക്കെ അതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുണ്ട്, റിസൾട്ട് എടുത്തിട്ടില്ല എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ വരുന്നത് കോസ്റ്റ് എഫക്റ്റീവാണ്. നമുക്കറിയാം ന്യൂസ് പേപ്പർ ആഡൊക്കെ ചെയ്യുമ്പോൾ പെർ വേർഡ്സ് ആണ് എന്തുണ്ടാവുന്നത്, എമൗണ്ട് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടത്. പക്ഷേ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ നമുക്ക് 2 വേസ് മാർക്കറ്റ് ചെയ്യാം, ഓർഗാനിക് മാർക്കറ്റിംഗ് ആൻഡ് പെയ്ഡ് മാർക്കറ്റിംഗ്. ഓർഗാനിക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് എനി ആഡ് സ്പെൻഡ് അല്ലെങ്കിൽ വിത്തൗട്ട് എനി സ്പെൻഡിങ്, നമ്മളൊരു എമൗണ്ട് സ്പെൻഡ് ചെയ്യേണ്ട, നമുക്ക് നമ്മുടെ സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റിംഗ് ടെക്നോളജീസ് വെച്ചിട്ട് നമുക്ക് മാർക്കറ്റ് ചെയ്യാം. ഓക്കെ. ഈ പെയ്ഡ് പ്രൊമോഷൻസ് എന്ന് പറഞ്ഞാൽ ഗൂഗിൾ ആഡ്സ്, അതേപോലെ തന്നെ ആഡ് ചെയ്യില്ലേ, നമ്മൾ ആഡ്സ് ചെയ്യില്ലേ, അതാണ് പെയ്ഡ് പ്രൊമോഷൻസ് എന്ന് പറയുന്നത്. പെയ്ഡ് പ്രൊമോഷൻസ് ചെയ്യുമ്പോഴാണ് നമ്മൾ എമൗണ്ട് കൊടുക്കുന്നത്. ഈ 2 ടൈപ്പ് മാർക്കറ്റിംഗ് നമ്മൾ ചെയ്താലാണ് ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി വർക്കൗട്ട് ആവുള്ളൂ. ഓക്കെ. അപ്പോൾ നമുക്ക് കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് ടാർഗറ്റഡ് ഓഡിയൻസിലേക്ക് എത്തിക്കാനായിട്ടും പറ്റും, അതുപോലെ തന്നെ ഒരു ബെറ്റർ റിസൾട്ടും നമുക്ക് കൊണ്ടുവരാനായിട്ടും പറ്റും. അതാണ് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എടുക്കുന്നത്. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ എന്തൊക്കെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ അതിൽ ഉള്ള മൊഡ്യൂൾസ് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഏറ്റവും ഇൻട്രസ്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയാനായിട്ട് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.